നീ മിടുക്കിയാണ്. നിന്റെ കട കാണാൻ വന്നിട്ട് നീ എന്നെ കൊണ്ടൊരു ഷർട്ട് വരെ മേടിപ്പിച്ചു. അടൂര് ഏതാണ്ട് മാങ്ങയുണ്ട് തേങ്ങയുണ്ടെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ബോറടി. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ? നിനക്ക് അടൂരിനെ പറ്റി എന്തറിയാം? വണ്ടി എടുക്കുന്നു പോയേക്കാം. ഇതാണ് എക്സ്പോ. പിന്നെ പത്രത്തില് ഗോതിൽ എക്സ്പോലെ കുറെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ പ്രത്യേകത എന്താ? ഞാൻ കൊണ്ടുവരുന്നത് ഏതെങ്കിലും എക്സ്പോ നിനക്ക് നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടോ? അറിയില്ലല്ലോ. അപ്പൊ ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? അതാണ് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി. പിന്നെ നമ്മുടെ ജുറാസിക് വേൾഡ്. നീ വാ എന്റെ കൂടെ, ഞാൻ നിന്നെ എല്ലാം കാണിച്ചു തരാം. എടാ, നീ ദിനോസറുകളെ കണ്ടിട്ടുണ്ടോ? ഒരു സമയത്ത് ഭൂമി അടക്കി വാണിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ജുറാസിക് പാർക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രാധാന്യം കൊടുത്തു തന്നെ സാങ്കേതിക വിദ്യയും റോബോട്ടിക്കും ഒന്നിക്കുന്ന ഒരു വിസ്മയ ലോകമാണ് ഇനി നമ്മൾ കാണുന്നത്. ശരിക്കും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെയുള്ള എക്സ്പോ ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് നല്ലായിരുന്നു. ഇപ്പം തന്നെ നോക്കി എന്തോരം റൈഡുകളാണ് ഉള്ളത്. ഇവിടുത്തെ കുട്ടികൾ ശരിക്കും ലക്കിയസ്റ്റ് ആണ്. കാര്യം അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതെല്ലാം സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ട്. തള്ളു കേട്ടപ്പോ ഞാൻ ആദ്യം മൊത്തം തള്ളായിരുന്നു. പക്ഷെ വന്ന് കയറിയപ്പോൾ മനസ്സിലായി ഈ കാര്യം തന്നെ ഞാൻ അംഗീകരിച്ചു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യും. ഞാൻ അറിയട്ടെ, അപ്പൊ മച്ചാന്മാര് ഒരു രക്ഷയില്ല. ഇവളുടെ തള്ളു കേട്ടപ്പോ ഞാൻ ഓർത്ത് ഫുള്ള് തള്ളായിരിക്കും. പക്ഷെ വന്ന് കണ്ടപ്പോ ഒരു രക്ഷയില്ല. ഇത് അടൂര് വടക്കേടത്തുകാവ് അമ്പിയൽ ഗ്രൗണ്ട് ആണ്. മാർച്ച് 9 തീയതി വരെയുണ്ട്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ വരാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ പറ്റിയുള്ള റൈഡുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ശരിക്കും വർത്താവുന്നതാണ്. പത്തനംതിട്ടയിൽ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ്, ഈ ഒരു AI എക്സ്പോ എന്ന് പറഞ്ഞ സംഭവം ആദ്യമായിട്ടാണ്. ഓരോ എക്സ്പോക്കാരും വെറൈറ്റി തീംസ് ആണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഈ കൊണ്ടിരിക്കുന്നത് ജുറാസിക് വേൾഡ് ആണ്. അതുപോലെ തന്നെ സീ വേൾഡ് വരുന്നുണ്ട്. സീ വേൾഡിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ് സീ വേൾഡ് എന്ന് പറയുന്നത്. ഒരു അന്യായം പിടിച്ച എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. എല്ലാരും വരിക. നമ്മുടെ നാട്ടില് നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നാടിനെ വേണ്ടിയിട്ടാണ് നമ്മുടെ അടൂർ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാം. എങ്കിലേ ഇതുപോലുള്ള എക്സ്പോകൾ പിന്നീടായാലും ഫ്യൂച്ചറിൽ നമ്മുടെ സ്ഥലങ്ങളിൽ എത്തത്തുള്ളൂ. ഞങ്ങൾ ഇപ്പൊ സൈനികവും പറയുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ.